ഞാൻ ഒരു പ്രാവശ്യം കോളേജിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഹുസ്ന എന്നുള്ളൊരു വിളി, ഭയങ്കര ഗൗരവത്തോടെയുള്ള ഒരു വിളിയാണ്. അപ്പോൾ ഞാൻ ഇത് ആരാപ്പാന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ലൈബ്രറിയാണ് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്താ ചെയ്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ആൾ ചോദിച്ചു എനിക്ക് എന്താ റൂൾസ് കാര്യങ്ങളൊന്നും അറിയില്ല, എന്താ കാട്ടിയതെന്നൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ പരങ്ങി നിന്നു, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നീ ലാസ്റ്റ് എടുത്ത ബുക്കിൽ മൊത്തം ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കിൽ ഹൈലൈറ്റ് ചെയ്യാനോ അണ്ടർലൈൻ ചെയ്യാനോ പാടില്ല എന്നുള്ള റൂൾസ് ഉണ്ട്, നിങ്ങൾക്ക് ഫൈന് കാര്യങ്ങളൊക്കെ കിട്ടും, അത് മൊത്തം നീ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു ബുക്കുണ്ട്, വൈൻ ഓഫ് ദ മിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വായിച്ച സമയത്ത് അതിൽ മൊത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഇങ്ങനെ റിയലൈസേഷൻസ് ആണ്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ ബുക്കെല്ലാം അത് ഓർക്കാണ്ട്. അപ്പോൾ ഈ വൈൻ ഓഫ് ദ മിസ്റ്റിക് എന്ന് പറയുന്നത് ഒമർ ഖയ്യാമിൻ്റെ റുബയ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പിരിച്വൽ ഇൻ്റർപ്രിറ്റേഷൻ ആണ് ഈ ഒരു ബുക്ക്. ഈ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയൊക്കെ എഴുതിയ പരമഹംസ യോഗാനന്ദാണ് ആ ഒരു ബുക്ക് എഴുതിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ലവ് അല്ലെങ്കിൽ സൂഫിസം, സ്പിരിച്വാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു ബുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 years മുമ്പ് വായിച്ചതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഫോണിൽ ഇങ്ങനെ നോട്ട്സ് നോക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എഴുതിയ കുറച്ച് നോട്ട്സ് ഞാൻ വായിച്ചു. അതിൽ 73rd ലൈനുണ്ട്, ഒരു ഇൻ്റർപ്രിറ്റേഷൻ അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമ്മൾ സ്ട്രൈവ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഇപ്പം ഈ കുക്കൂന്ന് ബട്ടർഫ്ലൈ ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് ഒരു കുട്ടി സിസറിൽ അതിനിങ്ങനെ മുറിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീടുള്ള അതിൻ്റെ ഒരു പറക്കാനുള്ള ഒരു പൊട്ടൻഷ്യലി കാര്യങ്ങളൊക്കെ അതോടെ ലോസായി, അത് പിന്നെ അവിടെ തന്നെ ബാക്കിയായി. അതിൽ നിന്ന് പുറത്ത് വരുന്ന ആ ഒരു സ്ട്രഗിളിലൂടെയാണ് അത് പിന്നീട് മൊത്തം പറക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അതിൽ നിന്ന് കിട്ടുന്നത്. ഇതേപോലെയാണ് നമ്മളുടെ